ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യലി ഷാനവാസ് റോസിങ് എപ്പിസോഡായിരുന്നു. ഷാനവാസ് ചെയ്ത കുറ്റങ്ങൾ മാത്രം അടങ്ങുന്ന ഒരു എപ്പിസോഡ്. അതായത് ആ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഷാനവാസിനെ പൂർണ്ണമായിട്ടും തളർത്തുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡ്. ഇപ്പം ഞാൻ ഷാനവാസിൻ്റെ ഫാനൊന്നും അല്ല, അല്ലെങ്കിൽ ഷാനവാസിൻ്റെ പി ആറും അല്ല. ബട്ട് ടു ബി ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഷാനവാസിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു 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 ഷോ ഒരു എപ്പിസോഡായിട്ടാണ് എനിക്കിത് പൂർണ്ണമായിട്ടും ഫീൽ ചെയ്തത്. സാധാരണഗതിയിൽ ഇതിലും വലിയ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് പോലും അവിടെ വന്ന് ലാലേട്ടൻ ഈ പറയുന്ന പോലെ എല്ലാവരുടെ പ്രശ്നത്തെയും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് അതിന് ശേഷമാണ് ആ വലിയ പ്രശ്നത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലും. പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസൻ ഈ പറയുന്ന പോലെ കുറച്ച് അഗ്രസീവാണ്. പക്ഷെ അത് ആദ്യം മുതലേ അഗ്രസീവാണ്. ഈ പറയുന്ന പോലെ പ്രത്യേകിച്ചൊന്നും ഷാനവാസ് കാണിച്ചിട്ടില്ല. ശരിയാണ്, ആ സീക്രട്ട് ടാസ്ക് കുളമാക്കിയത് ഷാനവാസ് ആണെങ്കിലും അതൊരു വലിയ പരാജയമൊന്നും അല്ലായിരുന്നു. ഈ പറയുന്ന പോലെ അതൊരു വിജയം തന്നെയായിരുന്നു ആ ടാസ്ക്. അത് ബിഗ് ബോസ് ആണെങ്കിലും അനൗൺസ് ചെയ്തതാണ്, നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും പറഞ്ഞതാണ്. ഈ പറയുന്ന പോലെ അതൊരു വിജയമായിരുന്ന ടാസ്ക്കാണ്. ശരിയാണ്, എൻഡിങ് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു ഷാനവാസും കൂടെ ചേർന്നിരുന്നെങ്കിൽ. ഷാനവാസ് അത് കുളമാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ ഷാനവാസ് അത് മറ്റുള്ളവരോട് പറഞ്ഞതുകൊണ്ട് അതൊരു വലിയ പരാജയമൊന്നും ആയിട്ടുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഷാനവാസിന് അത് മനസ്സിലായില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. നമുക്ക് കാണുമ്പോഴും മനസ്സിലാവുന്നത് ഷാനവാസിന് അത് എന്ത് ഗെയിമാണെന്ന് പോലും മനസ്സിലായിട്ടില്ല എന്നത് തന്നെയാണ്. അപ്പം പക്ഷേ ലാലേട്ടൻ കൂടുതലും ഫോക്കസ് ചെയ്തത് ഈ പറയുന്ന പോലെ ഷാനവാസ് ഗെയിം കുളവാക്കുന്നു. മേ ബി ലാലേട്ടനാണെങ്കിലും ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്കാണെങ്കിലും ടാസ്കുകൾ കൊടുക്കുമ്പോൾ ഈ കണ്ടസ്റ്റൻസ് എപ്പോഴും ഈ പറയുന്ന പോലെ കുളവാക്കുക എന്നുള്ളൊരു ഒറ്റ ഫോക്കസിൽ പോകുന്നത് കൊണ്ട് ആയിരിക്കാം മേ ബി ഇങ്ങനെ ഈ ഷാനവാസിനെ മാത്രം ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു കാര്യം മറന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും ഈ പറയുന്ന പോലെ ടാസ്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് വിജയകരമാക്കാൻ വേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ളൊരു സന്ദേശമായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത് പോലും. പക്ഷെ എന്തു തന്നെയാണെങ്കിലും ഷാനവാസിൻ്റെ കോൺഫിഡൻറ്റ്, അതായത് ടോപ്പ് 5 വരേണ്ട ഒരു കണ്ടസ്റ്റൻസും കൂടിയാണ് ഷാനവാസ്. അപ്പോൾ ആ വ്യക്തിയുടെ കോൺഫിഡൻസിനെ പൂർണ്ണമായിട്ടും അടിച്ചിടുന്ന രീതിയിലാണ് ലാലേട്ടൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ ആണെങ്കിലും ആ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അത് അങ്ങനെ അല്ലായിരുന്നു വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ഈ പറയുന്ന പോലെ ഒരു ഗെയിം ചേഞ്ചിങ് നടത്തേണ്ട അനിവാര്യമാണ്. കാരണം ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഷാനവാസ് ടോപ്പ് 5 എത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഗെയിം ചേഞ്ചിങ് അനിവാര്യമാണ്. പക്ഷേ ഈ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പൂർണ്ണമായിട്ടും തകർന്നു പോകത്തേ ഉള്ളൂ. അല്ലാതെ ഗെയിം ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കുമോ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. സോ അപ്പോൾ അങ്ങനെ ഇരിക്കെ ലാലേട്ടൻ കുറച്ചുകൂടെ സെൻസിബിളായിട്ട് ആ ഒരു കാര്യം കുറച്ചുകൂടെ എടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്ന് തന്നെയാണെങ്കിലും അതൊരു ഫേവറിസമായി പോവും. പക്ഷേ എങ്കിലും ബാക്കിയുള്ളവരുടെ തെറ്റും കൂടെ ചൂണ്ടി പറയുമ്പോഴത്തേക്കിന് ഷാനവാസിന് അത്രയും ഫീൽ വരത്തില്ലായിരുന്നു. ഇതിപ്പോൾ ഷാനവാസിന് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് കണക്കാക്കേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക.